എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഗോബി ഈ കോളിഫ്ലവർ അതാണ് വെക്കുന്നത്. ഞാൻ അതും ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഒരെണ്ണം മേടിച്ചത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലിട്ട് വെച്ചൊന്ന് തീ കത്തിക്കാം. അത് കഴിഞ്ഞ് നിങ്ങളെയും കാണിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ ഓയിലിന് എണ്ണയ്ക്കകത്താണ് നമ്മളിത് വെക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു ശകലം ജീരകമിടും. അപ്പം നമുക്ക് ഒരു ശകലം ജീരകമിടും. ജീരകം ഒന്ന് കൂട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കും. ഇതൊരു ശകലം ഉപ്പിട്ടൊന്ന് ശരിക്കും മൂപ്പിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്, ഉള്ളിയും വെളുത്തുള്ളി. പിന്നെ നമ്മൾ ഒരു തക്കാളിക്കായും കൂടെ ഇതിനകത്ത് ഇടും. നമ്മൾ ആ തക്കാളിക്ക ഒന്ന് വഴന്നിട്ട് നമുക്ക് ഇഞ്ചിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി, അധികം വേണ്ട. പിന്നെ നമുക്ക് 1.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇത്രയും ഗരം മസാല, ഇത്രയും സാധനം മതിയില്ല. നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ എടുത്ത് ഇതിനകത്തോട്ടിടാം. നമ്മൾ ഡൽഹി ഇതിന് ഫൂൽഗോബി എന്നാണ് പറയും. അപ്പോൾ അതെടുത്ത് നമുക്ക് ഇതിനകത്തോട്ടിട്ടൊന്ന് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളെ എന്ത് ചെയ്ത് ഇതേണ്ട കഴുകി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് വെച്ചിരുന്നു. ആ ഫുൾഗോബി എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് തല്ലിപ്പൊട്ടി വെക്കാം. ഓക്കെ. അപ്പം നമ്മളിതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഫ്രൈ ആക്കാം. അപ്പം നമ്മളിന്ന് മീനും ഉണ്ട്. നമ്മൾ കിരിയാങ്ക് മുളക് അരച്ച് വെക്കുക കേട്ടോ, വറുത്തരച്ച്. ഓക്കെ. അപ്പം നമ്മൾ ഇച്ചിരി ജീരകം മേടിച്ച് പെരുംജീരകം അതൊന്ന് കഴുകി ഉണക്കി വെയിലത്ത് വെക്കാൻ പോകും. അപ്പം നമ്മുടെ ഗോബി എല്ലാം റെഡിയായി. ഞാനിതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കുക. അപ്പം എല്ലാം നല്ല റെഡിയായി. ഓക്കെ, ബൈ. നിങ്ങളെനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ.